ഊർജ്ജ മേഖലയിൽ ഇതുവരെ കാണാത്തത്ര വലിയൊരു മാറ്റവും നിക്ഷേപവുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2030 500 ഗിഗാവാട്ടും 2035 900 ഗിഗാവാട്ടും പുനരുപയോഗ ഊർജ്ജശേഷി കൈവരിക്കാനാണ് രാജ്യം ലക്ഷ്യമിടുന്നത്. പക്ഷേ പവർ പ്ലാന്റുകൾ കെട്ടിപ്പൊക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. അത് രാജ്യത്തുടനീളം കൃത്യമായി എത്തിക്കുകയും വേണം. ഇവിടെയാണ് ട്രാൻസ്ഫോർമറുകളുടെയും ട്രാൻസ്മിഷൻ കമ്പനികളുടെയും റോള് വരുന്നത്. സാധാരണയായി 1 ഗിഗാവാട്ട് പുതിയ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ പല ലെവലുകളായി 8 മുതൽ 11 ഇരട്ടി വരെ അധിക ട്രാൻസ്ഫോമർ കപ്പാസിറ്റി ഗ്രിഡുകൾക്ക് ആവശ്യമായി വരും. ഇതും മനസ്സിൽ വെച്ച് 2032 ഏകദേശം 9 ലക്ഷം കോടി രൂപയാണ് ഈ മേഖലയിൽ നിക്ഷേപിക്കാൻ ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത്. ഇത് കാരണം നമ്മുടെ നാട്ടിലെ ട്രാൻസ്ഫോമർ മാർക്കറ്റ് വരും വർഷങ്ങളിൽ $8.5 ബില്യൺ, അതായത് ഏകദേശം 80,000 കോടി രൂപയുടെ വിപണിയായി വളരുമെന്നാണ് കണക്കുകൾ പറയുന്നത്. പോരാത്തതിന് ഡാറ്റാ സെന്ററുകളുടെയും എഐയുടെയും വരവോടെ ലോകമെമ്പാടും ട്രാൻസ്ഫോമറുകൾക്ക് വലിയ ക്ഷാമവും വൻ ഡിമാൻഡുമാണ്. ഇപ്പോൾ ഈ ഒരു വമ്പൻ അവസരം മുതലാക്കാൻ പോകുന്ന വരും ദിവസങ്ങളിൽ കൃത്യമായി വാച്ച് ചെയ്യേണ്ട 3 പ്രധാന പവർ സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിൽ വിവിധ സെക്ടറുകളിലെ ചില കമ്പനികളുടെ കാര്യം പറഞ്ഞിരുന്നു. ഇതൊരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല എന്ന കാര്യമാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു വിലയിരുത്തൽ മാത്രമാണ്. നിങ്ങൾ അത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ടത് തീർച്ചയായിട്ടും സാമ്പത്തിക വിദഗ്ധരുടെ സഹായത്തോടെ മാത്രമായിരിക്കണം. ഇനി നമുക്ക് കമ്പനികളുടെ വിവരങ്ങളിലേക്ക് കടക്കാം. ഇതിൽ ഒന്നാമത്തെ കമ്പനി പ്രമുഖ മുരുകപ്പ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യയിലെ പ്രമുഖ ഇലക്ട്രിക് ഉപകരണ ഊർജ്ജ കമ്പനികളിലൊന്നായിട്ടുള്ള CG പവർ ആണ്. ഇൻഡസ്ട്രിയൽ സിസ്റ്റംസ്, പവർ സിസ്റ്റംസ്, പുതിയ സാങ്കേതിക വിദ്യകളായിട്ടുള്ള സെമി കണ്ടക്ടറുകൾ എന്നിവയിലാണ് കമ്പനിയുടെ പ്രധാന സാന്നിധ്യമുള്ളത്. 2027 സാമ്പത്തിക വർഷത്തിലെ ഒന്നാം പാദത്തിൽ കമ്പനിയുടെ സ്റ്റാൻഡ് അലോൺ വിൽപ്പന മുൻ വർഷത്തേക്കാൾ അപേക്ഷിച്ച് 16% വർദ്ധിച്ച് 3061 കോടി രൂപയെ വളർന്നിട്ടുണ്ട്. ഇതിൽ ഇൻഡസ്ട്രിയൽ സിസ്റ്റംസ് വരുമാനം 6% വർദ്ധിച്ച് 1671 കോടി രൂപയായും പവർ സിസ്റ്റംസ് വരുമാനം 31% വർദ്ധിച്ച് 1402 കോടി രൂപയായി മാറിയിട്ടുണ്ട്. ബാക്കിയുള്ള 12 കോടി രൂപ ഇന്റർ സെഗ്മെന്റ് എലിമിനേഷൻസും കോർപ്പറേറ്റ് അഡ്ജസ്റ്റ്മെന്റുകളുമാണ്. ഇൻഡസ്ട്രിയൽ വിഭാഗത്തിന്റെ ലാഭവിഹിതത്തെക്കാൾ പവർ സിസ്റ്റംസ് വളരെ ഉയർന്ന ലാഭവിഹിതമുള്ള ബിസിനസ് ആയതുകൊണ്ട് പലിശയ്ക്കും നികുതിക്കും മുൻപുള്ള ലാഭം പവർ സിസ്റ്റംസിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. അതായത് മൊത്തം PBITയുടെ 68% ലാഭം നൽകിയത് ഈ വിഭാഗമാണ്. ഈ പാദത്തിൽ പവർ വിഭാഗത്തിന് മാത്രം 3106 കോടി രൂപയുടെ പുതിയ ഓർഡറുകൾ ലഭിക്കുകയും മൊത്തം ഓർഡർ ബാക്ക്ലോഗ് 14,434 കോടി രൂപയായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ പവർ വിഭാഗത്തിൽ ട്രാൻസ്ഫോർമറുകൾ, സ്വിച്ച് ഗിയറുകൾ എന്നിങ്ങനെ 2 പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണുള്ളത്. ഇതിൽ പവർ ട്രാൻസ്ഫോമർ ഉൽപാദന ശേഷി ഇതിനകം 22,000 MVA, അതായത് മെഗാ വോൾട്ട് ആംപിയറിൽ നിന്ന് 75,000 MVA ആയി ഉയർത്തിയിട്ടുണ്ടെന്ന് മാത്രമല്ല ഓരോ യൂണിറ്റും കസ്റ്റമൈസ്ഡ് ചെയ്തതിനാൽ ലീഡ് ടൈം മെച്ചപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 45,000 MVA ശേഷി അധികമായി നൽകുന്ന ഒരു പുതിയ ട്രാൻസ്ഫോമർ പ്ലാന്റും CG കമ്പനി നിർമ്മിക്കുന്നുണ്ട്. FY 27-28 കാലയളവിൽ ലക്ഷ്യമിട്ടിരുന്ന ഈ പ്ലാന്റ് വേഗത്തിലാക്കി വെറും 12 മുതൽ 14 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കി ഘട്ടം ഘട്ടമായി ഉൽപാദനം ആരംഭിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. കൂടാതെ ഇതിനു പുറമെ അധിക വിപുലീകരണങ്ങളും മാനേജ്മെന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി സ്വിച്ച് ഗിയർ വിഭാഗത്തിലേക്ക് വന്നാൽ 2026 ജൂൺ 4-ന് മഹാരാഷ്ട്രയിലെ നാസിക്കിൽ കമ്പനി പുതിയ എക്സ്ട്രാ ഹൈ വോൾട്ടേജ് സ്വിച്ച് ഗിയർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഇത് EHV കപ്പാസിറ്റി 80% വർദ്ധിപ്പിച്ച് മൊത്തം ഉൽപാദനം പ്രതിവർഷം 16,200 യൂണിറ്റുകളാക്കി ഉയർത്തുകയും 33 കിലോ വാട്ട്സ് മുതൽ 245 കിലോ വാട്ട്സ് വരെയുള്ള സർക്യൂട്ട് ബ്രേക്കറുകൾ നിർമ്മിക്കാൻ പ്രാപ്തമാക്കുകയും ചെയ്തു. സംസ്ഥാന കേന്ദ്ര പവർ യൂണിറ്റുകൾ ഗ്രിഡ് അപ്ഗ്രേഡുകൾ വേഗത്തിലാക്കുന്നതും സോളാർ വിൻഡ് പദ്ധതികളിൽ നിന്ന് ഊർജ്ജം വേർതിരിച്ചെടുക്കാൻ വലിയ ട്രാൻസ്ഫോർമറുകളും EHV സ്വിച്ച് ഗിയറുകളും ആവശ്യമായി വരുന്നതും വിപണിയിൽ വലിയ ഡിമാൻഡ് നൽകുന്നുണ്ട്. അതിനു പുറമെ AI പ്രോസസ്സിംഗും ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ വികസനവും മൂലം ഉയർന്ന ശേഷിയുള്ള സ്പെഷ്യൽ പവർ ട്രാൻസ്ഫോമറുകൾക്ക് വലിയ ആവശ്യകത വന്നതോടെ ഡാറ്റാ സെന്റർ അവസരങ്ങൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താനായി CG പവർ പ്രത്യേക സെയിൽസ് ടീമുകളെ തന്നെ നിലനിർത്തി മുന്നേറുകയാണ്. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തെ കമ്പനി എന്ന് പറയുന്നത് ഗുജറാത്തിൽ 75,000 MVA ഉൽപാദന ശേഷിയുള്ള 3 വലിയ പ്ലാന്റുകളോടെ പ്രവർത്തിക്കുന്ന ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് എന്ന കമ്പനിയാണ്. ഇവർ 5 കിലോ വാട്ട് മുതൽ 1200 കിലോ വാട്ട് വരെയുള്ള വോൾട്ടേജ് തലങ്ങളിലും 0.5 MVA മുതൽ 500 MVA വരെയുള്ള റേറ്റിംഗുകളിലും പവർ ഡിസ്ട്രിബ്യൂഷൻ സ്പെഷ്യാലിറ്റി ട്രാൻസ്ഫോർമറുകളും ഷണ്ട് സീരീസ് റിയാക്ടറുകളും നിർമ്മിച്ചു നൽകുന്നുണ്ട്. കമ്പനിയുടെ സാമ്പത്തിക കാര്യങ്ങളിലേക്ക് നോക്കിയാൽ കഴിഞ്ഞ പാദത്തിൽ ഇവരുടെ വരുമാനം 8% വർദ്ധിച്ച് 572 കോടി രൂപയായിട്ടുണ്ട്. പക്ഷേ നിലവിലുള്ള ചാംഗോദർ പ്ലാന്റിന്റെ വിപുലീകരണവും നവീകരണവും കാരണം പ്ലാന്റ് കപ്പാസിറ്റി ഉപയോഗം 27% കുറഞ്ഞതുകൊണ്ട് എബിറ്റ മാർജിൻ 134 ബേസിസ് പോയിന്റ് ഇടിഞ്ഞ് 19% ആകുകയും
കുറയുകയും ലാഭം 4% കുറഞ്ഞ് 64 കോടി രൂപയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ കമ്പനിയുടെ കയ്യിൽ നിലവിൽ 6630 കോടി രൂപയുടെ വമ്പൻ ഓർഡർ ബുക്ക് ഉണ്ട്. പോരാത്തതിന് 23,000 കോടി രൂപയുടെ ബിഡ് പൈപ്പ് ലൈനും ഉണ്ട്. 10 മുതൽ 15% വരെ വിൻ റേഷ്യോ ഉള്ള കമ്പനി അടുത്ത 18 മുതൽ 24 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാവുന്ന ഈ ഓർഡറുകൾ വഴി പ്രതിവർഷം 6,000 കോടി രൂപ വരെ എക്സിക്യൂട്ട് ചെയ്യാൻ ശേഷിയുള്ളവയാണ്. തങ്ങളുടെ ബിസിനസ് ആവശ്യങ്ങളുടെ 80% ആഭ്യന്തര വിപണിയിൽ നിന്നും 20% കയറ്റുമതിയിൽ നിന്നും കണ്ടെത്തുന്ന കമ്പനി വരുന്ന സാമ്പത്തിക വർഷത്തിൽ രണ്ടിടത്തു നിന്നും 30% ഓർഡർ വളർച്ചയും 19 മുതൽ 21% വരെയുള്ള എബിഡ മാർജിനോടെ 25% വരുമാന വളർച്ചയുമാണ് ലക്ഷ്യമിടുന്നത്. ഈ ചാങ്കോദാർ പ്ലാന്റ് വികസനം 2026 ഓഗസ്റ്റോടെ പൂർത്തിയാവുകയും കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ 80 മുതൽ 85% വരെ ഉയർന്നു വരികയും ചെയ്യുമ്പോൾ FY29ഓടെ വരുമാനം 8,000 കോടി രൂപയാകുമെന്നാണ് മാനേജ്മെന്റ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഇതിനു പുറമെ ട്രാൻസ്ഫോർമറുകൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളുടെ ഘടകങ്ങൾ സ്വന്തമായി നിർമ്മിക്കുന്ന ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ 10 മുതൽ 15% നിന്ന് 80 മുതൽ 85% ഉയർത്താനും അതിന്റെ ഭാഗമായി CTC ശേഷി 8,000 MTPA നിന്ന് 24,000 MTPA ആയി വികസിപ്പിക്കാനും കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. ഇത് FY28 മുതൽ എബിഡ മാർജിനിൽ 200 മുതൽ 300 ബേസിസ് പോയിന്റിന്റെ വർധനവും കോമ്പണന്റ് വിൽപ്പനയിലൂടെ മാത്രം 800 മുതൽ 1000 കോടി രൂപയുടെ അധിക വരുമാനവും നൽകുമെങ്കിലും കഴിഞ്ഞ ചില പാദങ്ങളിലെ കുറഞ്ഞ വിൽപ്പന കാരണം കമ്പനിയിൽ ഇൻവെന്ററി നിരക്ക് കൂടുകയും വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ നീളുകയും ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കമ്പനി പവർ, ഓട്ടോ, ഇൻവെർട്ടർ, ഡ്യൂട്ടി ട്രാൻസ്ഫോർമറുകളുടെ നിർമ്മാണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്യുവർ പ്ലേ നിർമ്മാതാക്കളായിട്ടുള്ള അറ്റ്ലാന്റ ഇലക്ട്രിക്കൽസ് ആണ്. കഴിഞ്ഞ 18 മാസത്തിനുള്ളിൽ തങ്ങളുടെ ഉൽപാദന ശേഷി 16,000 MVAയിൽ നിന്ന് 4 ഇരട്ടി ഉയർത്തി 63,060 MVA കപ്പാസിറ്റിയുള്ള 5 നിർമ്മാണ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 5 MVA അല്ലെങ്കിൽ 11 kV മുതൽ 765 kV ലെവലിലേക്കുള്ള 500 MVA വരെയുള്ള വിപുലമായിട്ടുള്ള ട്രാൻസ്ഫോർമറുകൾ നിർമ്മിക്കുന്ന കമ്പനിയുടെ പോർട്ട്ഫോളിയോയിൽ ഓട്ടോ, പവർ, ഇൻവെർട്ടർ, ഡ്യൂട്ടി, ഫർണസ്, ജനറേറ്റർ, സ്പെഷ്യൽ ഡ്യൂട്ടി ട്രാൻസ്ഫോർമറുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. സംസ്ഥാന ദേശീയ ഗ്രിഡുകൾക്കും സ്വകാര്യ വ്യക്തികൾക്കും വൻകിട പുനരുപയോഗ ഊർജ്ജ കമ്പനികൾക്കും സേവനം നൽകുന്ന അറ്റ്ലാന്റ ഉയർന്ന വോളിയം എക്സിക്യൂഷൻ കാരണം ഒന്നാം പാദത്തിൽ വരുമാനം 48% വർദ്ധിച്ച് 466 കോടി രൂപയായും എബിഡ 58% വർദ്ധിച്ച് 77 കോടി രൂപയായും എബിഡ മാർജിൻ 16% ആയും അറ്റ് ലാഭം 50% ഉയർത്തി 46 കോടി രൂപയായും മികച്ച വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. കമ്പനിയുടെ കൈവശം എക്കാലത്തെയും ഉയർന്ന നിരക്കായിട്ടുള്ള 3,116 കോടി രൂപയുടെ ഓർഡർ ബുക്ക് ഉണ്ട്. ഇതിൽ ഒന്നാം പാദത്തിൽ മാത്രം ലഭിച്ചത് 972 കോടി രൂപയുടെ പുതിയ ഓർഡറുകളാണ്. കൂടാതെ 2,400 കോടി രൂപയോളം വരുന്ന ഓർഡറുകൾ ഈ സാമ്പത്തിക വർഷം തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുമുണ്ട്. വ്യവസായത്തിലെ ടെൻഡറിംഗ് രീതി അനുസരിച്ച് രണ്ടാം പാദത്തിലും മൂന്നാം പാദത്തിന്റെ പകുതി വരെയും പുതിയ ഓർഡറുകൾ കുതിച്ചുയരുമെന്ന് മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഓർഡർ ബുക്കിന്റെ 55%ലേറെയും 220 kV റേറ്റിംഗിലുള്ള ട്രാൻസ്ഫോർമറുകളും 66% ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സെക്ടറിൽ നിന്നുമാണ്. കൂടാതെ റവന്യൂ മിക്സിൽ 79% സംഭാവനയും പവർ ട്രാൻസ്ഫോർമറുകളാണ് നൽകുന്നത്. ഇതുകൊണ്ട് തന്നെ വരുന്ന 3 വർഷത്തേക്ക് പ്രതിവർഷം 40% വരുമാന വളർച്ചയാണ് മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നത്. ഈ വലിയ ഓർഡറുകൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സോളാർ, വിൻഡ് പദ്ധതികൾ, ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റങ്ങൾ, EV ചാർജിംഗ് നെറ്റ്വർക്കുകൾ എന്നിവ ലക്ഷ്യമിട്ട് 5,000 MVA ശേഷിയുള്ള ഇൻവെർട്ടർ, ഡ്യൂട്ടി ട്രാൻസ്ഫോർമർ പ്ലാന്റ് കമ്പനി ഇപ്പോൾ നിർമ്മിച്ചു വരുന്നുണ്ട്. ഇത് നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ 3-ാം പാദത്തോടെ കമ്മീഷൻ ചെയ്യും. കൂടാതെ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കാനും ചെലവ് കുറയ്ക്കാനുമായിട്ട് മൊത്തം ട്രാൻസ്ഫോർമർ നിർമ്മാണ ചെലവിന്റെ 4 മുതൽ 5% വരെ വരുന്ന ടാങ്കുകളും റേഡിയേറ്ററുകളും നിർമ്മിക്കാൻ പുതിയൊരു ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ സൗകര്യം ഇവർ സജ്ജമാക്കുന്നുണ്ട്. അതോടൊപ്പം ഒന്നാം പാദത്തിൽ 400 kV ക്ലാസ് ട്രാൻസ്ഫോർമറുകൾ നിർമ്മിക്കുന്നതിനായിട്ടുള്ള പവർ ഗ്രിഡിന്റെ ഔദ്യോഗിക അംഗീകാരവും അറ്റ്ലാന്റ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി ഈ കമ്പനികളുടെ വാല്യുവേഷനും സാമ്പത്തിക ശേഷിയും നമുക്കൊന്ന് നോക്കാം. റിട്ടേൺ റേഷ്യോകളായിട്ടുള്ള ROCE, ROE എന്നിവയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അറ്റ്ലാന്റയാണ്. തൊട്ടു പിന്നിൽ യഥാക്രമം CG പവറും ഒപ്പം ട്രാൻസ്ഫോർമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സിന്റെയും വരുന്നുണ്ട്. വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ 103 PE മൾട്ടിപ്പിൾ ട്രേഡ് ചെയ്യുന്ന CG പവർ തങ്ങളുടെ വ്യവസായ ശരാശരി ആയിട്ടുള്ള 32 ടൈംസിനേക്കാളും 3 വർഷത്തെ ശരാശരി ആയിട്ടുള്ള 102 ടൈംസിനേക്കാളും വളരെ ഉയർന്ന പ്രീമിയത്തിലാണ് നിൽക്കുന്നത്. അതേസമയം 34 PE മൾട്ടിപ്പിൾസ് ഉള്ള ട്രാൻസ്ഫോർമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് തങ്ങളുടെ 3 വർഷത്തെ ആവറേജ് ആയിട്ടുള്ള 78 ടൈംസിനേക്കാൾ ഡിസ്കൗണ്ടിലാണ്. പക്ഷെ ഇൻഡസ്ട്രി ശരാശരിയേക്കാൾ അല്പം പ്രീമിയത്തിലുമാണുള്ളത്. അറ്റ്ലാന്റ ആകട്ടെ 53 ടൈംസ് മൾട്ടിപ്പിളിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് ചുരുക്കത്തിൽ ഓർഡറുകൾ നേടുന്നത് പോലെ തന്നെ അത് കൃത്യമായി ഉൽപ്പാദിപ്പിച്ച് നൽകാനുള്ള ശേഷിയും പ്രധാനമാകുന്ന ഘട്ടത്തിലാണ് ട്രാൻസ്ഫോർമർ മേഖലയുള്ളത്.
ഈ 3 കമ്പനികളും ട്രാൻസ്മിഷൻ വളർച്ചയിൽ നിന്ന് നേട്ടം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവരുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊഫൈലുകൾ വ്യത്യസ്തമാണ്. CG പവർ മികച്ച സ്കെയിലും ബിസിനസ് വൈവിധ്യവൽക്കരണവും നൽകുമ്പോൾ ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് കപ്പാസിറ്റി വർദ്ധിപ്പിച്ച് മാർജിൻ മെച്ചപ്പെടുത്തുന്ന കഥയാണ് പറയുന്നത്. അതേസമയം അറ്റ്ലാന്റ അതിവേഗം വളരുന്ന ഒരു പ്യുവർ പ്ലേ നിർമ്മാതാക്കളായി ഉയർന്നു വരുന്നു. അതുകൊണ്ട് തന്നെ വർദ്ധിച്ചു വരുന്ന ഈ കപ്പാസിറ്റികൾ എത്രത്തോളം സുസ്ഥിരമായ ലാഭമാക്കി മാറ്റാൻ ഇവർക്ക് കഴിയുന്നെന്ന് നോക്കി വേണം നിക്ഷേപകർ തീരുമാനങ്ങൾ എടുക്കാൻ.